السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له. وأشهد أن محمدًا عبده ورسوله. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. أعوذ بالله من الشيطان الرجيم. والذين اتخذوه مسجدا ضرارا وكفرا وتفريقا بين المؤمنين وإرصادا لمن حارب الله ورسوله من قبل وليحلفن إن أردنا إلا الحسنى والله يشهد إنهم لكاذبون. لا تقم فيه أبدا لمسجد أسس على التقوى من أول يوم أحق أن تقوم فيه رجال يحبون أن يتطهروا والله يحب المطهرين. സ്നേഹമുള്ള സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, തബൂക്ക് യുദ്ധവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങളായിരുന്നു കഴിഞ്ഞ നമ്മുടെ അവസരത്തിലൂടെ വിശദീകരിച്ചു തുടങ്ങിയത്. വളരെയേറെ പ്രതികൂലകരമായ ഒരു സാഹചര്യത്തിൽ തബൂക്ക് യുദ്ധത്തിന് വേണ്ടിയുള്ള ആഹ്വാനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായപ്പോൾ സത്യവിശ്വാസികളായ ആളുകൾ വളരെയേറെ താൽപര്യപൂർവ്വം രംഗത്തിറങ്ങിയെങ്കിലും വിശ്വാസം ഉറച്ചിട്ടില്ലാത്ത ദുർബലരായ വിശ്വാസികളും കപടവിശ്വാസികളുമെല്ലാം ആ യുദ്ധത്തിനുള്ള പുറപ്പാടില്ലെന്ന് ആളുകളെ പിന്തിരിപ്പിക്കുവാനുള്ള പല വിധത്തിലുള്ള ശ്രമങ്ങളിൽ ഏർപ്പെട്ടുവെന്നും പിന്തിരിഞ്ഞു എന്നുമൊക്കെ കഴിഞ്ഞ നമ്മുടെ വിശദീകരണങ്ങളിൽ നാം മനസ്സിലാക്കിയതാണ്. അങ്ങനെ പിന്തിരിഞ്ഞിട്ടുള്ള ഗ്രാമീണരായ ചില അറബികളും മുനാഫിക്കുകളും അതുപോലെ തന്നെ തക്കതായ ചില കാരണങ്ങൾ ഉണ്ടായിരുന്ന ചില സഹാബിമാരും ഒരു കാരണങ്ങളുമില്ലാതെ അലസത മുഖേന വിട്ടുനിന്ന 2-3 സഹാബിമാരും ഒഴികെ എല്ലാ ആളുകളും യുദ്ധത്തിനു വേണ്ടി പുറപ്പെടുകയാണ്. ഒരു വിഭാഗം ആളുകൾ ഇങ്ങനെ പോകാൻ താല്പര്യമില്ലാതെ പോകാതിരിക്കാൻ എന്താണ് കാരണം എന്ന് കണ്ടെത്തുമ്പോൾ അതിനുള്ള പല വിധത്തിലുള്ള ഒഴികഴിവുകൾ പറഞ്ഞ് ഒഴിഞ്ഞുമാറാൻ നോക്കുമ്പോൾ നേരെ മറിച്ചായിരുന്നു സത്യവിശ്വാസികളുടെ ഈ വിഷയത്തിലുള്ള നിലപാട്. വിശ്വാസികൾ വളരെ ആവേശമാണ് കാണിച്ചത്. ഉദാഹരണമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരേണ്ടതില്ലെന്ന് പറഞ്ഞ സഹാബിമാര് പോലും
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ അഭിപ്രായത്തോട് വളരെ വിഷമമാണ് പ്രകടിപ്പിച്ചത്. ഉദാഹരണമായി അലി റളിയല്ലാഹു തആല അൻഹു, അലി റളിയല്ലാഹു അൻഹുവിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനയിൽ നിന്ന് പുറത്തു പോകുമ്പോൾ മദീനയിൽ തന്റെ ഖലീഫയായി നിശ്ചയിക്കാൻ തീരുമാനിച്ചു. തന്റെ കുടുംബത്തിലും അതുപോലെ തന്നെ നാട്ടിലുമൊക്കെ തന്റെ പ്രതിനിധിയായിക്കൊണ്ട് അലി റളിയല്ലാഹു അൻഹുവിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിശ്ചയിക്കുകയും ആ വിവരം അലി റളിയല്ലാഹു അൻഹുവിനെ വിളിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അലി, നിങ്ങൾ ഈ യുദ്ധത്തിന് പോരണ്ട, നിങ്ങൾ കുടുംബത്തിലും അതുപോലെ തന്നെ മദീനയിലുമുള്ള പ്രതിനിധിയായി കൊണ്ടിവിടെ നിൽക്കണം എന്ന് പറഞ്ഞപ്പോൾ അലി റളിയല്ലാഹു തആല അൻഹു അത് തന്നെയാ തനിക്ക് കിട്ടിയ അവസരം എന്ന നിലക്ക് മദീനയിൽ ചടഞ്ഞുകൂടാൻ എളുപ്പമായല്ലോ എന്നല്ല വിചാരിച്ചത്. മഹാനായ അലി റളിയല്ലാഹു തആല അൻഹു അതിൽ വിഷമം പ്രകടിപ്പിക്കുകയാണ്. അദ്ദേഹം പറയുന്നു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, തുഖല്ലിഫുനി ഫിന്നിസാഇ വസ്സിബിയാൻ, കുട്ടികളുടെയും സ്ത്രീകളുടെയും ഒക്കെ അടുക്കൽ നിങ്ങൾ എന്നെ ആക്കി പോവുകയാണോ? ഞാൻ അങ്ങയുടെ കൂടെ വരാനാണ് ആഗ്രഹിക്കുന്നത്, എന്നെ നിങ്ങൾ ഇവിടെ നിർത്തുകയാണോ? ഈ കുട്ടികളുടെയും പെണ്ണുങ്ങളുടെയൊക്കെ കൂടെ എന്നെ നിർത്തുകയാണോ എന്നാണ് അലി റളിയല്ലാഹു തആല അൻഹു ചോദിക്കുന്നത്. ആ അവസരത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരിച്ചു ചോദിച്ചു, അലി, അമാ തർളാ അൻ തകൂന മിന്നി ബിമൻസിലതി ഹാറൂന മിൻ മൂസ ഗൈറ അന്നഹു ലാ നബിയ ബഅദി. അമാ തർളാ, അലി, നീ തൃപ്തിപ്പെടുന്നില്ലേ, നീ ആഗ്രഹിക്കുന്നില്ലേ, നീ തൃപ്തിയാകുന്നില്ലേ നിനക്ക് അൻ തകൂന മിന്നി ബിമൻസിലതി ഹാറൂന മിൻ മൂസ, മൂസാക്ക് ഹാറൂനിന് ഏതടിസ്ഥാനത്തിലായിരുന്നു മൂസയുടെ അടുക്കൽ ഹാറൂനിന്റെ പദവിയെങ്കിൽ അതുപോലെ ഹാറൂനിന് മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ഇവിടെ കൽപ്പിച്ച ആ ഒരു സ്ഥാനം നിനക്ക് കിട്ടുന്നത് നീ ഇഷ്ടപ്പെടുന്നില്ലേ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരിച്ചു ചോദിച്ച് അലി റളിയല്ലാഹു തആല അൻഹുവിനെ ഏൽപ്പിച്ച ഉത്തരവാദിത്തത്തിൽ തന്നെ അദ്ദേഹത്തെ നിർത്താനാണ് ശ്രമിച്ചത്. ഇത് പറഞ്ഞ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചേർത്തുകൊണ്ടൊരു കാര്യം കൂടി പറഞ്ഞു. മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ അടുക്കൽ ഹാറൂൻ നബിക്കുണ്ടായിരുന്ന സ്ഥാനം നീ ആഗ്രഹിക്കുന്നില്ലേ എന്ന് പറഞ്ഞ ഉടനെ വിശ്വാസപരമായ ഒരു കാര്യം കൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനോട് ചേർത്ത് പറഞ്ഞു, ഗൈറ, പക്ഷേ അന്നഹു ലാ നബിയ ബഅദി, എനിക്ക് ശേഷം ഒരു നബിയില്ല. മൂസ നബി അലൈഹിസ്സലാമും ഹാറൂൻ നബിയും നബിയായിരുന്നു. മൂസാ അലൈഹിസ്സലാം ഹാറൂനെ പ്രതിനിധിയാക്കി പോകുമ്പോൾ ഹാറൂൻ നബിയായിരുന്നു. എന്നാൽ ഞാൻ അലി നിന്നെ പ്രതിനിധിയാക്കി പോകുന്നു എന്നതുകൊണ്ട് എനിക്ക് ശേഷം ഒരു നബി ഉണ്ടെന്ന് വരുന്നില്ല. അത് സാന്ദർഭികമായിക്കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ പ്രവാചകത്വത്തിന്റെ പരിസമാപ്തി ലോകത്തെ അറിയിച്ചതാണ്. ഇനി ഒരു നബി വരാനില്ല എന്ന ഒരാശയം വളരെ കൃത്യമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സന്ദർഭത്തിൽ ലോകത്തെ പഠിപ്പിക്കുകയുണ്ടായി. അപ്പൊ അലി റളിയല്ലാഹു അൻഹുവിനോട് അള്ളാന്റെ റസൂൽ നീ വരേണ്ടതില്ലെന്ന് പറഞ്ഞപ്പോൾ പോലും മഹാനവറുകൾ വിഷമം പ്രകടിപ്പിച്ചു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. രണ്ടാമതായി അബൂ ഖൈസമത്തുൽ അൻസാരി റളിയല്ലാഹു തആല അൻഹു, അദ്ദേഹം യുദ്ധത്തിന് പോകാതെ ഇങ്ങനെ പിന്തി നിന്നു. ആളുകളൊക്കെ പുറപ്പെട്ടു, അദ്ദേഹം പോയിട്ടില്ല. പോകാൻ അദ്ദേഹത്തിന് എന്തോ ഒരു അലസത. അങ്ങനെ അദ്ദേഹം തന്റെ തോട്ടത്തിലേക്ക് പ്രവേശിച്ചപ്പോൾ നല്ല തണുപ്പുള്ള പന്തൽ, നല്ല തണുപ്പുള്ള നല്ല രൂപത്തിലുള്ള തണലുള്ള ഒരു പന്തൽ, അവിടെ തന്റെ ഭാര്യയും ഇരിക്കുന്നുണ്ട്. ഇത് കണ്ട മഹാനവറുകൾ പറഞ്ഞു, മാ ഹാദാ ബിഇൻസാഫ്, ഇതൊരിക്കലും നീതിയല്ല, ഇതൊരിക്കലും നീതിയല്ല. അദ്ദേഹം സ്വന്തം മനസ്സിനെ പഠിപ്പിച്ചു. എന്താ നീതിയല്ലെന്ന് പറയാൻ കാരണം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫിസ് സമൂമി വൽ ഹറൂർ, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അതാ രോമകൂപങ്ങളെപ്പോലും തുളച്ചു കയറുന്ന ഉഷ്ണക്കാറ്റുള്ള സമയത്ത്, ചൂടുള്ള സമയത്ത് അള്ളാന്റെ റസൂലും സഹാബത്തും പുറപ്പെട്ടിരിക്കുന്നു. ഞാൻ ഈ തണലിലും സുഖത്തിലും ഇങ്ങനെ കഴിയുകയോ, അതൊരിക്കലും പാടില്ല, അത് നീതിയല്ല. ഉടനെ മഹാനവറുകൾ പറയുന്നു, ഉടനെ തന്നെ അദ്ദേഹത്തിന്റെ വാഹനത്തിന്റെ അടുത്തേക്ക് അദ്ദേഹം ഓടിച്ചെല്ലുന്നു. അവിടെ കിട്ടാവുന്ന കാരക്കയും ഭക്ഷണവും ഒക്കെ യാത്രക്ക് വേണ്ടി തയ്യാറ് ചെയ്തുകൊണ്ട് ഫഖറജ്തു, ഞാൻ അതിശീഘ്രം പുറപ്പെട്ടു. അങ്ങനെ ഞാൻ എന്റെ വാഹനത്തെ ഓടിച്ചുപോയി. സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ സൈന്യത്തോടൊപ്പം ഞാൻ ചേരാനെടുത്തപ്പോൾ
ദൂരെ നിന്ന് ആളുകളൊക്കെ എന്നെ കാണാൻ തുടങ്ങി. ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ഇങ്ങനെ പറയുന്നുണ്ട്, കുന്നബാ ഖൈസമ, ആ വരുന്നത് അബൂ ഖൈസമയായിരുന്നെങ്കിൽ, ആ വരുന്നത് അബൂ ഖൈസമയാവട്ടെ എന്നിങ്ങനെ നബിതങ്ങൾ ഇങ്ങനെ ഞാനാണ് മനസ്സിലാവാതെ തന്നെ പറയുന്നുണ്ട്. ഫജിതു, അങ്ങനെ ഞാൻ എത്തിയപ്പോൾ ഫദഅലി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എനിക്ക് വേണ്ടി പ്രത്യേകം ദുആ ചെയ്യുകയുണ്ടായി. അപ്പൊ പോകാതെ പിന്തിരുന്നവർക്ക് തന്നെ പെട്ടെന്ന് വിഷമമായിട്ട് അവര് വളരെ പെട്ടെന്ന് യാത്ര ചെയ്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ സൈന്യത്തോടൊപ്പം ചേർന്നു എന്നാണ് പറയുന്നത്. ഇങ്ങനെയും ഒരു വിഭാഗം ഉണ്ടായി. വളരെയേറെ പ്രയാസപ്പെടുന്നു. പോകാൻ പറഞ്ഞപ്പോ പോകാൻ താല്പര്യമില്ലാത്ത മുനാഫിക്കുകളുള്ളപ്പോ വിശ്വാസികളിൽ വളരെ ആവേശമുള്ളവരും ഉണ്ടായിരുന്നു എന്ന് മനസ്സിലാക്കാനാണ് ഞാൻ ഈ സംഭവങ്ങൾ കേൾപ്പിക്കുന്നത്. തീർന്നില്ല. പുറപ്പെടാൻ സാധിക്കാത്തതിന്റെ പേരിൽ കരഞ്ഞ് കരഞ്ഞ് അവരെ ആശ്വസിപ്പിക്കാൻ വേണ്ടി ആയത്തുകൾ ഇറങ്ങേണ്ടി വന്നവരും ഉണ്ട്. യുദ്ധത്തിന് പോകാൻ അവർക്ക് താല്പര്യമുണ്ട്, പക്ഷേ അവർക്ക് പല രൂപത്തിലുള്ള പ്രയാസങ്ങളുണ്ട്. അത്തരത്തിലുള്ള ആളുകളെയും ഖുർആൻ പരിചയപ്പെടുത്തുന്നുണ്ട്. സൂറത്തു തൗബ 91 മുതൽ 93 വരെയുള്ള ആയത്തുകളിൽ ലൈസ അലൽ ദുഅഫാഇ വലാ അലൽ മർദാ വലാ അലൽ ലദീന ലാ യജിദൂന മാ യുൻഫിഖൂന ഹറജുൻ إذا نصحوا لله ورسوله ما على المحسنين من سبيل والله غفور رحيم. ليس على الضعفاء, യുദ്ധത്തിന് പോകാൻ സാധിക്കാത്ത ദുർബലരായ പല രൂപത്തിലുള്ള ദൗർബല്യങ്ങൾ നിമിത്തം യുദ്ധത്തിന് പോകാത്ത ആളുകളുടെ മേൽ നടപടിയൊന്നുമില്ല. അല്ലാഹു അവരെ ആശ്വസിപ്പിച്ചുകൊണ്ട് ആയത്തിറക്കുകയാണ്. വലാ അലൽ മർദാ, പോകാൻ സാധിക്കാത്ത രോഗികളായ ആളുകളുടെ മേലും കുറ്റമില്ല. വലാ അലൽ ലദീന ലാ യജിദൂന മാ യുൻഫിഖൂന, യുദ്ധത്തിന് വേണ്ട രൂപത്തിലുള്ള വാഹനമൊരുക്കാനും ഭക്ഷണമൊരുക്കാനും ആവശ്യമുള്ള ചെലവിന് പോലും കയ്യിലില്ലാത്തത് കൊണ്ട് പുറപ്പെട്ടു പോകാത്തവരുടെ മേലും കുറ്റമില്ല. ഇദാ നസഹൂ ലില്ലാഹി വറസൂലിഹി, അല്ലാഹുവിനോടും അവന്റെ റസൂലിനോടും അവരുടെ മനസ്സിൽ തികഞ്ഞ ഗുണകാംക്ഷയും ആത്മാർത്ഥതയും ഉള്ളവരാണെങ്കിൽ അവരുടെ മേൽ കുറ്റമില്ല. യുദ്ധത്തിന് പോകാൻ കഴിയാതെ പലരും കരയാണ്. എന്താ? ചിലർക്ക് കാലുമ്മല് മുടന്താണ്, ചിലർക്ക് കണ്ണിന് കാഴ്ച കുറവാണ്, ചിലർക്ക് ആരോഗ്യമില്ല, ചിലർ രോഗികളാണ്, ചിലർക്ക് പോകാനുള്ള വാഹനമില്ല, ചിലർക്ക് അവരുടെ കയ്യിൽ പോകാനുള്ള ഓരോ ഒരുക്കത്തിനും വേണ്ട ഒരു ചില്ലിക്കാശ് പോലും ഇല്ല. അങ്ങനത്തെയൊക്കെ ആളുകൾ വിഷമിക്കാണ്. ഇത് കണ്ടറിഞ്ഞ ആയത്തിറക്കാണ്. അവരൊന്നും വിഷമിക്കേണ്ടതില്ല. അവരൊന്നും പോയിട്ടില്ലെങ്കിലും അവരുടെ മനസ്സിൽ അള്ളാഹുവിന്റെ ദീനിനോട് സ്നേഹമുണ്ട്, ആത്മാർത്ഥതയുണ്ടെങ്കിൽ, റസൂലുള്ളാഹിനോട് ആത്മാർത്ഥതയുണ്ടെങ്കിൽ മാലൽ മുഹ്സിനീന മിൻ സബീൽ, അത്തരത്തിൽ സുകൃതം പ്രവർത്തിക്കുന്ന നല്ലവരായ ആളുകളുടെ മേൽ ഒരു നടപടിയും ഉണ്ടായിരിക്കുന്നതല്ല. അല്ലാഹു ഗഫൂറുർ റഹീം, അല്ലാഹ് പൊറുക്കുന്നവനും കരുണയുള്ളവനുമാകുന്നു. പിന്നെയും അല്ലാഹ് പറയുന്നു വലാ അലല്ലദീന ഇദാ മാ തൗക, അപ്പോഴേക്കതാ വേറൊരു കൂട്ടം ആളുകൾ നബി തങ്ങളെ സമീപിക്കുകയാണ്. അവരുടെ മേലും കുറ്റമില്ലെന്ന് പറഞ്ഞേക്കൂ നബിയേ. ഒരു കൂട്ടം ആളുകൾ റസൂലുള്ളാഹിന്റെ അടുത്ത് വന്നുകൊണ്ട് പറയുന്നു, നബിയേ ലിതഹ്മിലഹും, നബിയേ ഞങ്ങളെയും വാഹനപ്പുറത്ത് ഏറ്റിക്കൊണ്ടുപോകണം യുദ്ധത്തിന്, ഞങ്ങളെയും കൊണ്ടുപോകണം, ഞങ്ങളുടെ കയ്യിൽ വാഹനമില്ല, പക്ഷേ ഞങ്ങളെയും സമരത്തിന് കൊണ്ടുപോകണം. ഖുൽതാപ്പോൾ നബിയെ നിങ്ങൾ അവരോട് മറുപടിയും പറഞ്ഞു, ലാ അജിദു മാ അഹ്മിലുക്കും അലൈഹി, നിങ്ങളെ കയറ്റിക്കൊണ്ടുപോകാനുള്ള വാഹനമൊന്നും എന്റെ പക്കലില്ല, അതുകൊണ്ട് നിങ്ങൾ വരേണ്ടതില്ലെന്ന് പറഞ്ഞ് സമരത്തിന് ആവേശം കാണിച്ചു വന്ന കുറെ ചെറുപ്പക്കാരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരിച്ചയച്ചപ്പോൾ തവല്ലൗ, ആളുകൾ തിരിഞ്ഞുപോയി. വഅയുനുഹും, അവരുടെ കണ്ണുകൾ തഫീലു മിനദ്ദംഇ ഹസനാ, സങ്കടം സഹിക്കാതെ അവർ കണ്ണുനീരൊഴുക്കിക്കൊണ്ടാണ് പിരിഞ്ഞുപോയത്. അള്ളാന്റെ റസൂലിന്റെ അടുക്കൽ വന്നിട്ട് കുറെ കെഞ്ചി, ഞങ്ങളെയും കൊണ്ടുപോകണം യുദ്ധത്തിന്, ഞങ്ങളെയും കൊണ്ടുപോകണം യുദ്ധത്തിന്. ഒരു സമൂഹത്തിലെ വ്യത്യസ്ത മനസ്സാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഒരു കൂട്ടർ എല്ലാ സൗകര്യവും ഉണ്ടായിട്ട് ചൂടാണ്, കൃഷിയാണ്, മറ്റതാണ് മറിച്ചതാണ്, വീട്ടിലാളില്ല, അങ്ങനെയല്ല എനിക്ക് വന്നൂടാ എന്നൊക്കെ പറഞ്ഞ് ഒരു കാരണങ്ങളുമില്ലാത്ത കള്ളക്കാരണങ്ങൾ ചമച്ചുകൊണ്ട് സമരരംഗത്ത് നിന്ന് പിന്മാറുമ്പോ വേറൊരു കൂട്ടരുടെ അവസ്ഥ ഏത്? ഞങ്ങളെയും കൊണ്ടുപോകണം, ഞങ്ങളും ഉണ്ട് യുദ്ധത്തിന്, അപ്പൊ വാഹനം തികയൂല മക്കളെ, നിങ്ങൾ വരണ്ടാന്ന് പറയുമ്പോ അവിടെ കുത്തിരുന്ന് കരയാണ്.
കരയാണ്. ആ കരച്ചിൽ റബ്ബ് കാണുകയാണ്. അല്ലാഹ് ആയത്തിറക്കുന്നു, തവല്ലൗ അഅ്യുനുഹും തഫീളു മിനദ്ദംഇ ഹസനൻ അല്ലാ യജിദൂ മാ യുൻഫിഖൂൻ. അതേ, അവരുടെ കയ്യിൽ ഒന്നുമില്ലാത്തതിന്റെ പേരിൽ, വാഹനമില്ലാത്തതിന്റെ പേരിൽ, നബിയെ നിങ്ങളവരെ കൊണ്ടുപോകാത്തതിന്റെ പേരിൽ, അതേ അവിടെ കരഞ്ഞുകൊണ്ട് അവിടെ നിന്ന് പിരിഞ്ഞുപോയ ആളുകളെ നമുക്കറിയാം. അവരുടെ മേലും കുറ്റമില്ല. ഇതൊക്കെ ഒരു പ്രശ്നം വരുമ്പോ, ഒരു പ്രയാസം വരുമ്പോ, ഒരു ബുദ്ധിമുട്ട് വരുമ്പോ ഈ ഏത് ഗണത്തിലാ നമ്മളൊക്കെ പെടുകയാണ് നമ്മൾ മനസ്സിലാക്കണം. അതിനും കൂടെ നമ്മൾ മനസ്സിലാക്കണം. ഒരു സന്ദർഭം, ഒരു സാഹചര്യം, നമ്മുടെ മാൻ പവർ ആവശ്യമുണ്ട്, സാമ്പത്തികം ആവശ്യമുണ്ട്, ശാരീരികമായി നമ്മൾ പോയി കൊടുക്കൽ ആവശ്യമുണ്ട്. അത്തരത്തിലുള്ള ഒരു ഘട്ടം വരുമ്പോ 2-3 തരക്കാരെ നമുക്ക് കാണാമെന്നാണ് തബൂക്ക് യുദ്ധം നമുക്ക് പഠിപ്പിച്ചു തരുന്ന പാഠം. ഒരു കൂട്ടര് ആവേശത്തോടെ പുറപ്പെടും, അവരതിന്റെ മുന്നണിയിലുണ്ടാകും, അവരതിന് കൃത്യമായി തന്നെ ആത്മാർത്ഥമായിട്ട് രംഗത്തുണ്ടാവും. ഏത് കാലത്തും ഒരു കൂട്ടർ അതിനുണ്ടാവും. വേറൊരു കൂട്ടർ എന്തെങ്കിലും കാരണം പറഞ്ഞിട്ട് ഒഴിവാകാൻ നോക്കും. അതാണ് തബൂക്കിൽ കേട്ടില്ലേ, എന്തെങ്കിലും കാരണം പറഞ്ഞ് അതിന് പോകാതെ, അതിൽ പങ്കെടുക്കാതെ, അതിൽ ഭാഗവാക്കാവാതെ, അതിന്റെ വക്താവാകാതെ ഏതെങ്കിലും കാരണം പറഞ്ഞിട്ട് ആ കൂട്ടായ്മയിൽ നിന്ന് വിട്ടു നിൽക്കും. അതിലേക്ക് പോകൂല, അതിൽ പങ്കെടുക്കൂല, അതിന്റെ യാതൊരു രൂപത്തിലും സഹകരിക്കൂല. അങ്ങനെ ഒരു കൂട്ടം ആളുകൾ. വേറൊരു കൂട്ടര് അതുമില്ല ഇതുമില്ല എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരുപാട് രൂപത്തിലുള്ള പ്രചരണങ്ങൾക്ക് വഴങ്ങിക്കൊണ്ടിരിക്കുന്ന, നമ്മൾ അന്ന് വിശദീകരിച്ചതുപോലെ മുനാഫിക്കീങ്ങളുടെ പ്രചരണത്തിൽ കുടുങ്ങിപ്പോകുന്ന ആളുകൾ. ഇങ്ങനെ ആത്മാർത്ഥമായിട്ടും ചെയ്യണമെന്ന് മനസ്സിൽ വല്ലാത്ത ആഗ്രഹമുണ്ട്, പോകണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ സാമ്പത്തികമായി ശേഷിയില്ല, പോകാൻ വാഹനമില്ല, ആരെങ്കിലും ഒന്ന് പോകാൻ കിട്ടിയെങ്കിൽ എന്ന് വിചാരിച്ച് പോകാൻ കഴിയാത്തതിന്റെയും പങ്കെടുക്കാൻ കഴിയാത്തതിന്റെയും പേരിൽ കരയുന്ന, സങ്കടപ്പെടുന്ന, ദുഃഖിക്കുന്ന ആളുകൾ. ഇങ്ങനെയൊക്കെ വിവിധ ആളുകളെ എല്ലാ കാലത്തും കാണാൻ സാധിക്കും. അല്ലാഹു റബ്ബുൽ ആലമീൻ അതിലൂടെ ആ പാവങ്ങളായ ആളുകളെ സമാധാനിപ്പിച്ചുകൊണ്ട് പറഞ്ഞു, നിങ്ങളുടെ ഒന്നും പേരിൽ കുറ്റമില്ല, നിങ്ങളൊന്നും കുറ്റക്കാരല്ല, നിങ്ങളുടെ ഒന്നും മേൽ നടപടിയുമില്ല. മറിച്ച് ഇന്നമസ്സബീലു അലല്ലദീന യസ്തഅ്ദിനൂനക വഹും അഗ്നിയാ റദൂ ബി അൻ യകൂനൂ മഅൽ ഖവാലിഫി വതബഅ അല്ലാഹു അലാ ഖുലൂബിഹിം ഫഹും ലാ യഅലമൂൻ. ഇന്നമസ്സബീലു, തിന്നെ നടപടിയുള്ളത് ആരുടെ മേൽ മാത്രമാണ്? ആർക്കാണ് കുറ്റമുള്ളത്? അലല്ലദീന യസ്തഅ്ദിനൂനക, അവർ നിന്നോട് വന്ന് അനുവാദം ചോദിക്കുന്നു. സമരത്തിന് ഇറങ്ങാൻ പറഞ്ഞപ്പോ, യുദ്ധത്തിന് പോകാൻ പറഞ്ഞപ്പോ, ഒരു കാര്യത്തിന് ഇറങ്ങാൻ പറഞ്ഞപ്പോ നേതാവായ തങ്ങളോട് അവർ വന്നിട്ട് അനുവാദം ചോദിക്കുന്നു. എന്താ അനുവാദം ചോദിക്കുന്ന? ആരായിവര്? വഹും അഗ്നിയാ, ഒരു കാരണവുമില്ലാത്തവരാണ്. എല്ലാത്തിനും അവർക്ക് കഴിവുണ്ട്, ശാരീരിക ശേഷിയുണ്ട്, സാമ്പത്തിക ശേഷിയുണ്ട്, പക്ഷേ ഈമാനില്ലല്ലോ. അതുകൊണ്ട് റദൂ, അവര് തൃപ്തിപ്പെടുകയാണ്. ബി അൻ യകൂനൂ മഅൽ ഖവാലിഫി, യുദ്ധത്തിനൊന്നും പോകാതെ നന്മയിൽ നിന്ന് പിന്തിരിഞ്ഞു നിൽക്കുന്ന പിന്നോക്കക്കാരോട് കൂടെ, അതല്ലെങ്കിൽ യുദ്ധത്തിന് പോകാൻ കഴിയാത്ത പെണ്ണുങ്ങളുടെ കൂടെ അവിടെ തന്നെ പിന്തി നിൽക്കാനാണ് അവർ ആഗ്രഹിക്കുന്നതും തൃപ്തിപ്പെടുന്നതും. വതബഅ അല്ലാഹു അലാ ഖുലൂബിഹിം, അവരുടെ ഹൃദയങ്ങൾക്ക് അദ്രം അല്ലാഹു മുദ്ര വെച്ചിരിക്കുന്നു. ഫഹും ലാ യഅലമൂൻ, അവരൊരിക്കലും കാര്യങ്ങൾ മനസ്സിലാക്കുന്നവരല്ല. എന്ന് യുദ്ധത്തിന് വേണ്ടി പുറപ്പെടാത്ത ആളുകളെ തൊലിയുരിച്ച് കാണിച്ചു, പോകാൻ ആഗ്രഹിച്ചവരെ കാണിച്ചു, ആവേശമുള്ളവരെ വരച്ച് കാണിച്ചു, താല്പര്യമില്ലാത്തവരെയും വരച്ച് കാണിച്ചു. ഈ ആയത്തിൽ പരാമർശിച്ച സഹാബിമാർ, കുറെ ആളുകൾ കരഞ്ഞുപോയി എന്ന് പറഞ്ഞില്ലേ, ചരിത്രത്തിൽ അവരറിയപ്പെടുന്നത് ബക്കാഊൻ എന്നാണ്. തഫ്സീറുകളിൽ നമുക്ക് കാണാം. ബക്കാഊന എന്ന് പറഞ്ഞാൽ ധാരാളമായി കരഞ്ഞ ആളുകൾ എന്ന പേരിൽ അവരറിയപ്പെടുന്നു. യുദ്ധത്തിന് പോകാൻ കഴിയാത്തതിന്റെ പേരിൽ കരഞ്ഞവര്. തഫ്സീറുകൾ നിങ്ങൾ പരിശോധിച്ചാൽ, പരിഭാഷകൾ നിങ്ങൾ പരിശോധിച്ചാൽ ബക്കാഊന എന്നാണ് ഈ സഹാബിമാര് അറിയപ്പെടുന്നത്. എന്താ? യുദ്ധത്തിന് പോകാൻ കഴിയാത്തതിന്റെ പേരിൽ അധികമായി കരഞ്ഞതുകൊണ്ട് ഖുർആൻ അവരെ സംബന്ധിച്ച് പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബാക്കി അള്ളാന്റെ റസൂൽ അവരെ ആശ്വസിപ്പിക്കണം. ആയത്തിലൂടെ ആശ്വസിപ്പിച്ചു എന്ന് മാത്രമല്ല, ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പോകാൻ കഴിയാതെ മദീനയിൽ തങ്ങേണ്ടി വരുന്ന പാവങ്ങളായ സഹാബിമാരെ ആശ്വസിപ്പിച്ചുകൊണ്ട് സംസാരിക്കുകയാണ്. എന്താ അവരോട് പറഞ്ഞത്? നിങ്ങൾ വിഷമിക്കണ്ട. കാരണം അവരെ കുറിച്ച് സഹാബത്തിനോട് പറയാണ്, സഹാബിമാരോട് പറഞ്ഞു കൊടുത്തു, ആ വരാൻ കഴിയാത്ത ആളുകളുടെ വിഷയത്തിൽ
ഇന്ന ബിൽ മദീനത്തി അഖ്വാമാ മാ ഖതഅതും വാദിയൻ വലാ സിർതും മസീറൻ ഇല്ലാ വഹും മഅകും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിനോട് പറഞ്ഞു കൊടുക്കുകയാണ്, കുറെ ആളുകൾ നിങ്ങളുടെ കൂടെ വരാൻ കഴിയാതെ മദീനത്തവിടെ ഇറങ്ങിയിരിപ്പാണ്, മദീനയിൽ അടങ്ങിയിരിപ്പാണ്. അതേ, അവർക്ക് വല്ലാത്ത വിഷമവുമുണ്ട്. പക്ഷേ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, ഇന്നബിൽ മദീനത്തി അഖ്വാമാ, മദീനയിൽ കുറച്ച് ആളുകളുണ്ട്. അവിടെ ബാക്കിയായിട്ടുള്ള പാവങ്ങളായ നല്ല മനസ്സുള്ള ആളുകൾ, മാ ഖതഅതും വാദിയാ, നിങ്ങൾ ഏതൊരു മലഞ്ചരിവ് മുറിച്ചു കടക്കുമ്പോഴും, നിങ്ങൾ തബൂക്കിലേക്ക്, നിങ്ങൾ യുദ്ധത്തിലേക്ക് പോകുമ്പോ, നിങ്ങൾ എന്തൊരു മലഞ്ചെരിവ് പ്രയാസപ്പെട്ട് മുറിച്ചു കിടക്കുമ്പോഴും, വലാ സിർതും മസീറ, നിങ്ങളൊരു വഴിയിലൂടെ, ദുർഘടമായ ഏതു പാതയിലൂടെ നിങ്ങൾ സഞ്ചരിക്കുമ്പോഴൊക്കെ, ഇല്ലാവഹും മഅകും, അവരും നിങ്ങളുടെ കൂടെ തന്നെയുണ്ട്. അവരും നിങ്ങളെ കൂടെ തന്നെ ഉണ്ട്. ആ വരാത്ത അവരും നിങ്ങളെ കൂടെ ഉണ്ട് സഹാബിമാരെ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞപ്പോൾ സഹാബത്ത് ചോദിച്ചു, യാത്രയിലുള്ള സഹാബിമാര് ചോദിച്ചു, വഹും ബിൽ മദീന, അവര് മദീനയിലല്ലേ നബിയേ, പിന്നെ എങ്ങനെ നമ്മോടൊപ്പം അവരുണ്ടാകുമെന്ന് ചോദിച്ചപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾക്ക് കിട്ടും പോലെയുള്ളവര് പ്രതിഫലത്തിൽ അവർക്കും പങ്കുണ്ട്. കാരണം നഅം ഹബസഹുമുൽ ഉദുറു, കാരണം തടഞ്ഞു വെച്ചതുകൊണ്ടാ അവര് വരാത്തത്. നിങ്ങളെപ്പോലെ ആത്മാർത്ഥമായി പങ്കെടുക്കണമെന്നവർക്കും ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല, പക്ഷേ കാരണങ്ങൾ ഉള്ളത് കൊണ്ട് വരാൻ കഴിയാത്തതിനാൽ ആ നീയത്തിനും അല്ലാഹു പ്രതിഫലം കൊടുക്കുന്നു. നിങ്ങൾക്ക് കിട്ടും പോലത്തെ പ്രതിഫലം നിങ്ങൾക്കൊട്ടും കുറയാതെ തന്നെ ആ നല്ലവരായ വീട്ടുകളിൽ ഇരിക്കേണ്ടി വരുന്ന, മദീനയിൽ കഴിയേണ്ടി വരുന്ന പാവങ്ങൾക്കും അല്ലാഹു നൽകിക്കൊണ്ടിരിക്കുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ കുറിച്ച് കൂടെയുള്ള സഹാബിമാരോട് പോലും സന്തോഷ വാർത്ത അറിയിക്കുന്നു. ഇങ്ങനെ ഈ രൂപത്തിലുള്ള പിന്തിനിന്ന കാരണമുള്ളവരും അല്ലാത്തവരുമായ ആളുകൾ ഒഴികെയുള്ള 30,000-ഓളം പേരടങ്ങുന്ന സൈന്യമാണ് തബൂക്കിലേക്ക് പുറപ്പെട്ടത്. 30,000 സല്ലല്ലാഹു അലൈഹി വസല്ലം പങ്കെടുത്ത അവിടുത്തെ അവസാനത്തെ യുദ്ധമാണ് തബൂക്ക്. 30,000-ഓളം വരുന്ന ആളുകളാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കൂടെ ആ പ്രയാസഘട്ടത്തിലും തബൂക്കിലേക്ക് യാത്രയായത്. ഇത്രയും വമ്പിച്ച ഒരു സൈന്യത്തിന്റെ ഇടയിൽ കുറച്ച് ആൾക്കാർ മാറി നിന്ന അവരൊന്നും നബിക്ക് മനസ്സിലാവില്ല എന്നാണ് അബ്ദുള്ള എല്ലാരോടും അടക്കം പറഞ്ഞത്. അബ്ദുള്ള ഉണ്ടല്ലോ, മറ്റേ അബ്ദുള്ള, ഉബയ്യ് ഇബ്നു സുലൂൽ, മുനാഫിക്കിന്റെ നേതാവ് പറഞ്ഞു, നമ്മളങ്ങനെ പോയിട്ടില്ല, ഈ മുഹമ്മദിനത് മനസ്സിലാവുന്നില്ല, ഒരു 10-30,000 ആൾക്കാരുടെ ഇടയിൽ ആരൊക്കെ ഇല്ലാത്തതൊന്നും മൂപ്പർക്ക് തിരിയൂല, അതുകൊണ്ട് പോണ്ടടാ എല്ലാവരോടും പറഞ്ഞു. പലരെയും മൂപ്പര് പാട്ടിലാക്കി പിന്തിരിപ്പിച്ചിരുന്നു. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാവരെയും മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു. ആ കൂട്ടത്തിൽ ഒരു 3 സഹാബിമാര് പെട്ടിരുന്നു. ആ 3 സഹാബിമാരെ ഖുർആൻ വഅലസ്സലാസത്തില്ലദീന ഖുല്ലിഫൂ എന്ന് പറഞ്ഞുകൊണ്ട് തബൂക്കിൽ നിന്ന് പിന്തിരുന്ന 3 സഹാബിമാരുണ്ട്. നിഷ്കളങ്കരായ സഹാബിമാരായിരുന്നു അവര്. അവർ യുദ്ധത്തിന് പോകാത്തത് കാപട്യം കൊണ്ടല്ല, ഏതെങ്കിലും കാരണങ്ങൾ ഉണ്ടായിട്ടല്ല, പോകാമല്ലോ എന്ന് വിചാരിച്ച് അവസാനം പോകാൻ കഴിയാതെ ആയവരാണ്. പക്ഷെ അവരുടെ കാര്യത്തിൽ അല്ലാഹ് ചില പ്രത്യേക തീരുമാനങ്ങൾ എടുത്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമും അവരുടെ കാര്യത്തിൽ ചില പ്രത്യേക തീരുമാനങ്ങൾ എടുത്തു. അത് നമുക്ക് ഇൻഷാ അല്ലാഹ് കുറച്ച് വിശദമായി പറയാനുള്ള ആയത്തുകളായതുകൊണ്ട് അടുത്ത അവസരത്തിലേക്ക് നീട്ടിവെക്കുകയാണ്. അങ്ങനെ ഒരു 3 ആളും മദീനത്ത് പെട്ടിട്ടുണ്ട് എന്ന് നമ്മൾ അവിടെ മനസ്സിലാക്കി വെക്കുക. അവരെ പറ്റി നമുക്ക് വിശദമായിട്ട് ശേഷം പറയാനുണ്ട്. ഇവരല്ലാത്ത 30,000-ഓളം വരുന്ന മുഴുവൻ ആളുകളും മദീനയിൽ നിന്ന് തബൂക്കിലേക്ക് പോയി. അങ്ങനെ സംഘമത തബൂക്കിലേക്കുള്ള യാത്രയിലാണ്. ഇനി അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വേറെയും ചില കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ളതെന്ന് നമുക്ക് മനസ്സിലാക്കുവാനുണ്ട്. ഇൻഷാ അല്ലാഹ് നമ്മുടെ അടുത്ത അവസരത്തിൽ നമുക്ക് വിശദീകരിക്കണം.